കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് പ്രത്യേക മാർഗനിർദ്ദേശം എന്നതിനെക്കുറിച്ചാണ് നേരത്തെ അനൂപ് സൂചിപ്പിച്ചത്. അനൂപ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൂടുതൽ വിവരമുണ്ടോ? കേരളത്തിന്റെ ഒരു പ്രത്യേക, നേരത്തെ അനൂപ് തന്നെ പറഞ്ഞ പോലെ കേരളത്തിന്റെ പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി, അത് സൂചിപ്പിക്കുന്നതാകുമോ ഈ മാർഗനിർദ്ദേശം? അത് എപ്പോഴത്തേക്ക് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്? ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അത് ബാധകമാവുമോ? എങ്ങനെയാണ്? കേരളത്തിന്റെ പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുള്ള ഒരു നിർമ്മാണ രീതി ഇനി അവലംബിക്കാൻ കഴിയില്ല. കാരണം നിർമ്മാണം ഏതാണ്ട് 60-70% പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇപ്പോഴുള്ള ഇടത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ എങ്ങനെ ദേശീയപാതയുടെ പണി പൂർത്തിയാക്കാം എന്നത് മാത്രമേ മുന്നിലുള്ള ഒരു വിഷയമുള്ളൂ. കാരണം ഇപ്പോൾ കൂരിയാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വയലിൽ മണ്ണിട്ട് നിറച്ച് റോഡ് കൊണ്ടുപോകുന്നതിന് പകരം അവിടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുണ്ട്. നേരത്തെ തന്നെ അവിടെ നാട്ടുകാർ ഉൾപ്പെടെ അക്കാര്യം സൂചിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഇടത്ത് ഒരുപക്ഷെ പാലം വേണ്ടി വരും. അതിന് വേണ്ട ഇടപെടൽ നടത്തണം. ജനങ്ങളുടെ ചൂണ്ടിക്കാട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അതിന് വേണ്ട ഇടപെടൽ നടത്തണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ മാർഗനിർദ്ദേശമായി പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. എന്തതിലുണ്ടാവും, എന്തൊക്കെയായിരിക്കും നിർദ്ദേശമെന്ന് നമുക്കറിയില്ല. ഇന്നോ നാളെയോ തന്നെ അത്തരമൊരു നിർദ്ദേശം എല്ലാ റീച്ചിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ദേശീയപാത അതോറിറ്റി നൽകാനാണ് സാധ്യത.